ഹലോ ഗായ്സ്, ഇപ്പോൾ ഇതാ സമയം ഒരു 5-5:30 ആയിട്ടുണ്ട് വൈകുന്നേരം. അപ്പോൾ നമ്മൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അപ്പോൾ ഈ വർഷത്തിലെ തുടക്കത്തിൽ തന്നെ നമ്മൾ യാത്രയിലേക്കാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ നമ്മളൊന്ന് കണ്ണൂർ പറശ്ശിനിക്കടവിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ കൊയിലാണ്ടി സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറാൻ നിൽക്കുകയാണേ. അപ്പോൾ മുന്നേ പോയി എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. അപ്പോൾ എന്നെ കൊണ്ടാക്കാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ വണ്ടിയൊക്കെ കയറിയിട്ടുണ്ട്. അവൾ കോഴിക്കോട് നിന്ന് ടിക്കറ്റ് എടുത്ത് കയറി, ഞാനിത് കൊയിലാണ്ടിയിൽ നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം നിൽക്കേണ്ടി വന്നു. അതാണ് കേട്ടോ, മോള് കുറച്ച് നേരം ഷോൾഡറിൽ കിടന്ന് ഉറങ്ങി കേട്ടോ. അത്രയും തിരക്കായിരുന്നു. പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് മേലെ ഇരുത്തിയിട്ടുണ്ട്. തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സൂചി ഇട്ട താഴെ അത്രയും തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ കണ്ണൂരെത്തി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നടക്കുകയാണ്, ഇനി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ മുന്നേ പോയൊരു ഓർമ്മയാണ് കേട്ടോ എനിക്കുള്ളത്. അമ്മയുടെയൊക്കെ കൂടെ പോയിട്ടുണ്ട് കുറച്ച് മുന്നേ. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടാൽ അറിയാം. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടേക്കാന്നൊക്കെയുള്ള സംശയത്തിലാണ് കേട്ടോ നടക്കുന്നത്, സ്റ്റേഷനിലേക്കുള്ള. അപ്പോൾ ഈ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ ദൂരേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല, ഒറ്റയ്ക്ക് പോകാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളുമായിട്ട് ഇങ്ങനെ പോകുന്നൊരു അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയുണ്ട്, ഒരു വിക്ടറി ചിഹ്നമൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബസ് കയറുന്നത്. പറശ്ശിനിക്കടവിലേക്ക് ലാസ്റ്റ് ബസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തുമ്പം തന്നെ നൈറ്റ് ഒരു 7-7:45 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 8 മണി ആയിട്ടുണ്ട്. ആ ബസ് ഒക്കെ എടുക്കാൻ കുറേ സമയമായിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറേ പോകാനുണ്ട് കേട്ടോ. ബസ്സിൽ കയറിയിട്ട് കുറച്ചധികം പോകാനുണ്ട്. അപ്പോൾ നമ്മളിതാണ്ട് ബസ് ഏകദേശം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ വർഷത്തിൻ്റെ തുടക്കം തന്നെ മുത്തപ്പനെ കാണാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എത്തി കുറച്ച് പടികൾ ഇറങ്ങിയിട്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ ഓട്ടോ ഒന്നും. അങ്ങനെ ഗൈസ് നമ്മൾ എത്തി. നടന്ന് ഉപ്പാട് പോയി, എന്നാലും വേണ്ടിയില്ല. അപ്പോൾ ദൈനിക നടന്ന് നമ്മൾ റൂം കിട്ടുന്ന വരെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി മോർണിംഗിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ദണ്ട നേരം വെളുത്തിട്ടുണ്ട്. നമ്മളിത് ആ ഡ്രസ്സൊക്കെ ചെയ്ത് രാവിലെ വെള്ളാട്ട് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. മുത്തപ്പൻ്റെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഇതാ നമ്മൾ മുത്തപ്പനെ കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. കുറച്ച് ലേറ്റായി, പക്ഷെ കുഴപ്പമില്ല. അല്ലേ, പാറക്കുട്ടി സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഹായ് ഞാനും പാറു ഒന്ന് മാച്ചിലായി പോയില്ലേ. നല്ല രാത്രി ആയതുകൊണ്ട് ഇവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അടിപൊളി തന്നെ. എൻ്റെ വോയിസ് ഒന്നും കിട്ടൂല കേട്ടോ, കാരണം മൈക്കും കാര്യങ്ങളൊന്നും. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് ഞാൻ ഷോർട്സ് ഇട്ട് ആ വീഡിയോ കണ്ടവർക്ക് അറിയാം, കുറച്ച് ദൂരം നടക്കാനുണ്ടേ. അതേണ്ടേ നമ്മൾ പോകുന്ന വഴിയിൽ ഒരു 2 കുഞ്ഞി പപ്പീസും അതിൻ്റെ അമ്മയും ഓടിക്കളഞ്ഞടാ. പാറക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എത്ര പെട്ടെന്ന് അവിടെ എത്തി. ഇന്നലെ ഭയങ്കര ദൂരമായിരുന്നു. 2 മനവണ്ടികൾ, പക്ഷെ നമുക്ക് മാത്രം വണ്ടിയില്ല ഗൈസ്. നമുക്ക് 2 കാലുകൾ, അത് വെച്ചാഞ്ഞങ്ങ് നടക്കുക തന്നെ. ഇവിടെ നല്ല കളറടി നോക്ക്, കണ്ടോ അവിടെ ഒരു മൂടലില്ലേ. നമ്മൾ നേരത്തെ കുറെ ഫോട്ടോ എടുക്കാൻ പറ്റി, പക്ഷെ ഒന്നും നടന്നില്ല. അതാണ് സത്യാവസ്ഥ. മാക്സിമം ഞാൻ എൻ്റെ ഓൺ വോയിസ് തന്നെ കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ നിൽക്കണ്ടേ വോയിസ് കൊടുക്കാനായിട്ട്. രാവിലെ തന്നെ അതിനെക്കൊണ്ട് അലമ്പൊന്നുമില്ല. പാറൂട്ടി ഇടക്കിടക്ക് ഇങ്ങനെ ഹായ് പറയണോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒരുപാട് അല്ലാത്ത സൗണ്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു ഇഷ്യൂ വരേണ്ട വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ നമ്മൾ മുല്ലയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പൈസ പൊട്ടിച്ച് കഴിച്ചതാണ് സത്യാവസ്ഥ. നല്ല മുല്ലയായിരുന്നു, വാങ്ങിച്ചു, നമ്മൾ വെച്ചു കേട്ടോ. അങ്ങനെയായിരുന്നു മുല്ല വാങ്ങി. രാവിലെ തന്നെ 250 കൊടുത്ത് കൊണ്ടുപോയി കളഞ്ഞു. 250 റുപ്യ, ഒന്നിന് 80 രൂപ. പാറക്കുട്ടി സുന്ദരിയായിരിക്കും. പാറക്കുട്ടിയെ മുല്ലപ്പൂ വെച്ചിട്ട് നോക്ക് പറഞ്ഞു ഓക്കെ. അറിയില്ല. അപ്പോൾ എൻട്രൻസ് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ അതാണ്ട് രാവിലത്തെ വ്യൂ ആണ് കേട്ടോ. നോക്കിയാൽ നമ്മൾ ആ സൂര്യൻ്റെ ഒരു ഭംഗി കണ്ടോ, നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഞാൻ കുറച്ചധികം ഫോട്ടോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ടുണ്ട് സൂര്യൻ്റെ. അപ്പോൾ നമ്മൾ അവിടുന്ന് കാലമൊക്കെ കഴുകി അമ്പലത്തിൽ കയറാമെന്ന് കരുതിയാണേ. പാറുവാണെങ്കിൽ കയറുന്നില്ലായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ സൂര്യനെ കാണാൻ. അതിൻ്റെ താഴെ അതിൻ്റെ ഒരു എന്താ പറയുക പ്രതിബിംബം പോലെ കാണുന്നുണ്ട് നേരെ. എന്തൊരു ഭംഗിയാണ് ആ ലൈറ്റ്. ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയല്ല, അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഉള്ളിലുള്ള ഭാഗങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. അപ്പോൾ ഇതാ നമ്മൾ
ഇനി കുറച്ച് നേരം അവിടെ ഇരുന്നൊക്കെ നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ചു പോകും കേട്ടോ. ചായ കുടിക്കണം. അപ്പോൾ തന്നെ ചായ കുടിക്കാൻ കയറിയതാണേ. അപ്പോൾ എന്താ പറയുക, കുറച്ച് അധികം നേരം ഇരുന്നു കേട്ടോ ചായ കിട്ടാൻ. കാരണം എന്താ വെച്ചാൽ നമ്മളെ മറന്നു പോയതാണെന്ന് തോന്നുന്നു. ചേട്ടൻ കുറച്ച് എന്താ പറയുക, കുറച്ച് ഇതാക്കി, നിങ്ങൾ പിന്നെ വന്നിരുന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂടെ ഇരുന്നവരൊക്കെ ചീത്ത പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്നും മിണ്ടാതിരുന്നു. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി. ആദ്യം നമുക്ക് ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതൊക്കെ സാധനം കിട്ടുന്നത്. അപ്പോൾ കടലയും അതും തിന്നാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനിയിപ്പം ഒന്നുമില്ല, റൂമിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ചും കൂടി ഒന്ന് എടുക്കാം. അവിടെയുള്ള വ്യൂ ഒക്കെ നല്ല ഭംഗിയില്ലേ, രാവിലത്തെ വ്യൂ കാണാൻ, ആ സൂര്യനൊക്കെ കുതിച്ച് വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് പോയിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് കുറച്ച് നേരം, എന്തായാലും നമുക്ക് 11 മണി വരെ ടൈമുണ്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ടൈമൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ അവിടെ പോയി ഇരിക്കുകയാണ്. ഇവിടെ നിന്നാണ് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയില്ല, ആൾക്കാർ അങ്ങോട്ടും പോകുന്ന കാരണം നമുക്ക് എടുക്കാനായില്ല കേട്ടോ ഫോട്ടോസൊന്നും. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ബെഞ്ച് ഒഴിവുണ്ടോ ഇരിക്കാനുള്ളത്. അപ്പോൾ ഒരുവിധം നമുക്കൊരു ബെഞ്ച് കിട്ടി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആ ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഫോട്ടോസ് അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട അവിടെയുള്ള ആ ഫോട്ടോ എടുക്കുന്ന ചേട്ടൻ്റെ കുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ കുട്ടീനെയും കൊണ്ടുവന്നാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ഭാഗത്ത് ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളാട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഉള്ളിൽ കയറി കാണാനോ വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം ഞാൻ എടുത്തില്ല. അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ കേൾക്കില്ല കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഒന്നുമില്ല, ഇനി ഈ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇനി നമ്മൾ നേരെ പോകുന്നു, ബാഗൊക്കെ എടുക്കണം, ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം, ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടേ. ഇനിയിപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ബാഗ് എടുത്തിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു കടയിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് കരുതുകയാണ് കേട്ടോ. കാരണം ആ ബാഗും കൊണ്ടിട്ട് ഫുഡ് കഴിക്കാൻ നിൽക്കാനാവില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ എവിടെയെങ്കിലുള്ള ഒരു ഷോപ്പിൽ ഏതെങ്കിലും ഒരു ഷോപ്പ് കൊടുക്കണമെന്ന് കരുതുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ കുറേ സാധനങ്ങളുണ്ട്. പാറൂസിൻ്റെ മുഖഭാവമൊക്കെ ഇടയ്ക്ക് മാറി നിങ്ങൾ കണ്ടില്ലേ, പിണങ്ങിയത്. അപ്പോൾ ഈ സാധനത്തിന് വേണ്ടിയിട്ടോ കനപ്പിച്ചൊക്കെ നടന്നത്. ഇടയ്ക്ക് നമുക്ക് ഫേസ് ഒന്നും ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ ക്ലേ വേണം എന്നുള്ള വാശിയായിരുന്നു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെയും വാശി തന്നെയായിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം, വീഡിയോയിലുണ്ടാവും. പാറുവിന് അത് കിട്ടിക്കഴിഞ്ഞിട്ട് അത് അപ്പം തന്നെ പൊട്ടിച്ച് എന്താ പറയുക നശിപ്പിക്കുക, തൂപ്പാനൊക്കെ നമ്മളറിയില്ല, നശിപ്പിച്ച് കളയാൻ സമ്മതിക്കാത്തതിൻ്റെ ദേഷ്യത്തിലാണ് കേട്ടോ. മുഖം കൊടുക്കാതെ നടക്കാണ്. കുറേ വിളിക്കുന്നുണ്ട്, പക്ഷെ ഒരു മൈൻഡും തന്നില്ല ഗൈസ്. ഇച്ചിരി പട്ടി വില പോലെ തന്നില്ല. നോക്കി എൻ്റെ കുട്ടി തന്നെയാണ്. പക്ഷെ അവളെ ഹെയർ ഭംഗിയില്ലേ, ഭംഗിയുണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. മുന്നിലേക്ക് വെച്ചിട്ട് കുറച്ച് വലുതായ പോലെ ഉണ്ട് അല്ലേ പാർക്കുട്ടി. അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടോന്ന് കിട്ടാൻ വേണ്ടി, പക്ഷെ കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വിറച്ചല്ല, കുറച്ച് വെള്ളം കുടിക്കണം. അയ്യോ, ഇല്ലെങ്കിൽ ഞാൻ വിറച്ച് ചാവും. അയ്യോ, അവിടെ വെള്ളം കൂടി മത്സരപ്പം നടക്കും ഗൈസ്. നടന്നതിൻ്റെ ദാഹം, പിന്നെ തിന്നതിൻ്റെ ദാഹം. തിന്നിട്ട് ചായ നമുക്ക് കുറച്ചല്ലേ വാങ്ങാൻ പറ്റും, കുറച്ച് ചായ കുടിച്ചില്ലായിരുന്നു. പിന്നെ തന്നായിരുന്നു, പിന്നെ ഒരു കുട്ടി കുടിക്കാതിരിക്കുന്ന കണ്ടപ്പോൾ അതങ്ങ് കൊടുത്തു. അങ്ങനെ നമ്മളെത്തി. ഇനി കുറച്ച് നേരം കൂടെ, ഒരു 11 o'clock വരെ നമ്മളിവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞുണ്ടായി വി ആർ ഗോ. അവിടെ റൂമൊക്കെ തുറക്കുന്നുണ്ട്. നടന്ന് വലഞ്ഞു ഗൈസ്. പക്ഷേ നല്ല സ്ഥലത്തായിട്ട് നമുക്ക് റൂമൊക്കെ കിട്ടിയത്. അടിപൊളിയായിരുന്നു, അഫോർഡബിൾ ആയിരുന്നു, കൊള്ളാം. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി ചേഞ്ച് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഇനി ആ സമയത്ത് കാണട്ടെ. അതുവരെ കുറച്ച് ബ്രേക്ക്. അപ്പോൾ അതേണ്ടേ നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് സാരിയിൽ നിന്ന് നമ്മൾ ഇന്നലെ ഇട്ട ചുരിദാറിലേക്ക് മാറി. വേറെ ഒന്നല്ല, സാരി കൊടുത്ത് ട്രെയിനിലൊക്കെ കയറാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി ഫുഡ് കഴിക്കണം. അമ്പലത്തിൽ വരിക്ക് നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മളങ്ങ് പോകും. ഒരു 11 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങും. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിൽ പോവുക, കുറച്ചൊക്കെ കിടക്കുക, ഇരിക്കുക, എന്തെങ്കിലും പണിയുണ്ടെങ്കിലൊക്കെ തീർക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ അവിടെ ഉണ്ട്. ഒരെണ്ണതാണ് ഡ്രസ്സ് മാറ്റിയിരിക്കുന്നു, ഡ്രസ്സ് മാറ്റി. പിന്നെ നിങ്ങൾ എപ്പോഴും വിചാരിക്കും എന്താ ഞാൻ ഈ ഡ്രസ്സ് മാത്രം ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ഇതേ ഉള്ളൂ എന്നല്ല, വേറെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു സുഖം പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് വേറെ ഒന്നും ഇടാത്ത കേട്ടോ. ഇനി വരുന്ന വീഡിയോസിൽ മാറ്റാം, ഞാൻ ശ്രമിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ കുറേ വ്യൂവേഴ്സൊക്കെ വരുമ്പോൾ കുറേ മാറ്റങ്ങൾ വരും. കുറച്ച് എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം, സന്മനസ്കത കാണിക്കണം അല്ലേ.
ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ പോകരുത് പ്ലീസ്. ഞാനും ഒരു വീഡിയോ ഇടുന്ന ആളല്ലേ, എന്നെ ഒന്ന് പരിഗണിക്കുക. ഒരു സൈഡിൽ കൂടെ, ഒരു മൂലയിൽ കൂടെ അങ്ങ് പോയാൽ മതി. അപ്പം എൻ്റെ വീഡിയോ കാണുമ്പം ചുമ്മാ ഒന്നിങ്ങനെ അവിടെ കാണുന്ന ആ ലൈക്കിൻ്റെ ബട്ടൺ ഇങ്ങനെ തട്ടിപ്പൊട്ടിക്കുക. പിന്നെ ആ ഷെയറിലൊന്ന് ഷെയർ കയറുക, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെന്താ, സബ്സ്ക്രൈബിൻ്റെ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ അടിക്കുക. അപ്പോൾ എല്ലാ വീഡിയോസൊക്കെ അടിപൊളി വീഡിയോസാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പം അതുകൊണ്ട് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണം പ്ലീസ്. എന്നെയും കൂട്ടാക്കൂ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുണ്ട്. ഇതെൻ്റെ ഫ്രണ്ട് കെട്ടി തന്ന ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അടിപൊളിയല്ലേ? ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ കെട്ടുന്നത്. ഞാൻ ആദ്യം ക്ലാസ് പഠിക്കുമ്പോൾ അങ്ങനെ കെട്ടലുണ്ട് അതിനെ പറ്റി. പക്ഷേ ഈ ഫോർ ഹെഡ് ഇവിടെ ഭയങ്കര വീതി കണ്ടോ. ഇത് കാരണം ഞാനിങ്ങനെ കെട്ടാറുണ്ടായില്ല. അപ്പോൾ ഇപ്പം നല്ല ഭംഗിയുണ്ട്. ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ വരിക്ക് നിൽക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരിയുണ്ട്, ഫുഡുണ്ട്, തിന്നുന്നത് കാണാം. അപ്പം ബാക്കി കുറച്ച് സമയം കഴിഞ്ഞിട്ട്. ഓക്കെ, ബൈ. തൽക്കാലം ഇപ്പോൾ തന്നെ വരും. വെയിറ്റിംഗ്. എല്ലാവരും വെയിറ്റ് ചെയ്യൂ, ഞാൻ വരുന്നു. എന്നെ കാണാൻ നിങ്ങൾ കാത്തിരിക്കൂ. അത്രയ്ക്ക് വലിയ സെലിബ്രിറ്റി ഒന്നും അല്ല, എന്നാലും ചുമ്മാ കേട്ടോ. നോക്കുവി, കൊള്ളാവുന്നവരൊന്ന് പറയണേ ആരെങ്കിലൊക്കെ. നന്നോന്ന്. ഇതെൻ്റെ അഞ്ജുവിൻ്റെ ഹെയർ സ്റ്റൈലാണ്. അപ്പം അത്രയേ ഉള്ളൂ. ഇനി മാറ്റിയേ പോയി തിന്നുക, പോവുക. ഇതിനെ ഞാൻ റിപ്പീറ്റ് അടിക്കുന്നില്ലേ? എന്നാൽ ശരി, ബൈ. പിന്നെ കാണാം. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. കെട്ടുമാണ്ടൊക്കെ ആയിട്ട് നമ്മുടെ കൂട്ടുകാരി ഇറങ്ങിയിരിക്കുന്നു. എൻ്റെ ബ്രണ്ട് കണ്ടോളൂ. ഇനി എൻ്റെ ലഗേജ് എടുക്കണം. വരൂ, എനിക്ക് തരൂ, ഞാനിടട്ടെ. എൻ്റെ ഒരു ചെറിയ ലഗേജ് ഇവിടെ ഉണ്ട്. കുറച്ച് വെയിറ്റ് കൂടി ലഗേജ് പുറത്തേക്ക് വരുന്നത്. അമ്മിക്കുട്ടിയല്ല, അവളെ കുപ്പി വെള്ളമൊക്കെ ഉണ്ടായി കിട്ടാ. സൂപ്പറാ. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നു. ലെറ്റ്സ് ഗോ, കം ഓൺ. ബാഗ് ഇടാൻ ചെറിയ ബുദ്ധിമുട്ട്. നല്ല ഭംഗിയുണ്ടടി. ആകെ LKG എത്തിയിട്ടേ ഉള്ളൂ. എന്ത് വലുപ്പം തോന്നില്ലേ. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ രാവിലെ നമ്മൾ ഈ സംഭവം കണ്ടില്ല കേട്ടോ, ഉപ്പിലിട്ടേൻ്റെ. അപ്പോൾ ഒരു വീട്ടിൽ വെച്ച് വെക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഉപ്പിലിട്ടേൻ്റെ മുകളിൽ എന്താ പറയുക, എന്തൊക്കെ മുളക് പൊടിയൊക്കെ തേച്ചാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ അവിടെ നിന്ന് നടന്ന് അമ്പലത്തിലേക്ക് ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാഗ് നമ്മൾ അവിടെ ഒരു കുറച്ച് നേരം വർത്തമാനം പരിചയം ചേച്ചി നിർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അഞ്ചോ, നല്ല രസമായിരുന്നു. അപ്പോൾ ഇനി ക്യൂ വരണം. ആയില്ല, ചുമ്മാ എല്ലാവരും ഇവിടെ ഇരിക്കണുള്ളൂ. പിന്നെ ഇവിടെ ഇരിക്കും. സമയം 11 മണിയാവുന്നുള്ളൂ. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് 11 മണിയാവുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടി ഫോട്ടോ എടുത്തു. ഇനി തന്നെ ഉള്ളിപ്പുറത്ത് ഗായ്സ് മൂന്ന് ഉച്ചയൊക്കെ ഇല്ല. ഒരു ഫോട്ടോ ആ ഭാരത കാണിക്ക്. കണ്ടോ നല്ല വൃത്തിയിലെടുത്ത ഫോട്ടോയിൽ എൻ്റെ കുട്ടീൻ്റെ മുഖം കണ്ടോ. കുരങ്ങ് മോന്തയാക്കി വെച്ച്. എന്ത് കൊഞ്ചേറ്റോ കണ്ടോ. സുന്ദരിയാ പാറു, സുന്ദരി പാറു. വരിയിലെക്കുമ്പോൾ കാണിച്ചിട്ട്. അപ്പോൾ വേഗം തിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിരുന്നത്. പക്ഷെ നോക്കുമ്പോൾ നമ്മളെ മുന്നിൽ വേറെ ഉള്ളവർ കയറി നിന്നു. നോക്കുമ്പോൾ ഇപ്പോൾ ലാസ്റ്റായി. പിന്നെതാ കുറച്ച് നേരത്തെ അവിടുത്തെ നിൽക്കലിന് ശേഷം ഇതാണ്ട് ഓടുകയാണ്. വരി വേഗം മേലോട്ട് എത്തുന്നുണ്ട്. ഈ ഓട്ടം കണ്ടാൽ വിചാരിക്കും ഇപ്പം ഫുഡ് കഴിക്കാൻ കയറാമെന്ന്. പക്ഷെ നടന്നില്ല ഗൈസ്. ഈ ഓട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ ഓടി കയറി മേലെ പോയിട്ട് കുറേ നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. ഇതാ പാറുവിനൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് വേഗം എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു ഓട്ടം വെറുതെ ആയിരുന്നു. ഓടേണ്ട ആവശ്യമേ ഇല്ല. കണ്ടോ ഇവിടെ പോയിട്ട് കുറേ നേരം കുത്തനെ വരയ്ക്കുന്നു. കറക്റ്റ് 12 മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ 12 മണിക്ക് മാത്രമേ അവരെന്നോട് കയറ്റുന്നുള്ളൂ. അതിനുള്ള ഞാനെന്ത് ചെയ്ത് കുറച്ച് നല്ല മേലെ നിന്നുള്ള വ്യൂ ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് നേരം നല്ല ഒരു വീഡിയോസൊക്കെ എടുത്തു. എന്താ പറയുക, ഇവിടുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു
ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തപ്പൻകാവിലൊക്കെ വരുന്നവരാണെങ്കിൽ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒരു ഹോളിൻ്റെ മേലെ കയറി നോക്കിയാൽ നല്ല വ്യൂ ആയിരിക്കും കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അതാ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് കുറേ നേരത്തെ പ്രയത്നത്തിന് ശേഷം നമുക്ക് ഫുഡ് കിട്ടുകയാണ് ഗൈസ്. ചോറുണ്ടായിരുന്നു, പിന്നെ ഒരു പച്ചക്കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു കാളനാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതേ ഉണ്ടായിരുന്നുള്ളൂ. അത് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നേ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദമല്ലേ, അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം പോയി ഒരു സ്ഥലം കണ്ടെത്തി ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. നല്ല ഫുഡ്. ഇടക്കിടക്ക് ഞാൻ നന്നല്ല, ഇംഗ്ലീഷ് അറിയാത്തൊരു പ്രശ്നമാണ് ഗൈസ്, വേറെ ഒന്നുമല്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി പോയപ്പോഴാണ് കണ്ടത് നല്ല വ്യാളീൻ്റെ ഒരു രൂപമുള്ള ബോട്ടൊക്കെ കണ്ടു. പിന്നെ ബാത്റൂമിലൊക്കെ പോയി നമ്മളെ ലഗേജൊക്കെ എടുത്ത് ബസ്സിലേക്ക് കയറാൻ വേണ്ടി വന്നു കേട്ടോ. 1 മണിക്ക് 1:10 ബസ് എടുത്തത്. അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡൊക്കെ കണ്ടോളൂ. അപ്പോൾ ഇതാണ്ട് ബസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബസ് പറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ബസ്സിൽ കുറേ പുറന്നങ്ങ് എത്തിയപ്പോൾ നമുക്ക് നല്ല ബ്ലോക്കായിരുന്നു. നമ്മൾ വിചാരിച്ച സമയത്ത് കിട്ടുമെന്നുണ്ടല്ലോ. അപ്പോൾ ആ ബസ്സിലിരുന്നുകൊണ്ടാണ് നമ്മളുടെ ട്രെയിനിൻ്റെ ഇതൊക്കെ നോക്കി. അപ്പോഴാണ് ഗായ്സ് ഒരു സംഭവം മനസ്സിലായത്. നമ്മളെ ട്രെയിനിൽ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം അതിൽ ഇല്ലായിരുന്നു, കൊയിലാണ്ടി ഇല്ല. അപ്പോൾ നമ്മൾ മാറ്റി പിടിച്ചു. അപ്പോൾ അതാണ്ട് അവിടെ ഇറങ്ങി ഒരു കോക്ടെയിലൊക്കെ കുടിച്ചു. ഒരു കോക്ടെയിൽ വാങ്ങിയാൽ ഇങ്ങനെയാണ്. എൻ്റെ മോള് തരുന്നില്ലായിരുന്നു. ഒരുവിധം നമ്മൾ രണ്ടാളും മേലിൽ നിന്ന് വേമയം കുടിച്ചിട്ട് ബാക്കിയുള്ളതാണ് അവൾക്ക് കൊടുത്തത്. അപ്പോൾ അതാണ്ട് അവിടേക്ക് കണ്ണൂരൊക്കെ വരികയാണെങ്കിൽ കോക്ടെയിലിൻ്റെ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ 70 രൂപ എന്തോ സ്റ്റേഷനിലെത്തി. ഇതാണ് കണ്ണൂർ സ്റ്റേഷൻ. പിന്നെ നോക്കൂ നിങ്ങളെ, ഇതാണ് മങ്കി ജിങ്കി. അപ്പം അങ്ങനെയാണ് ഗായ്സ് ഇപ്പോഴത്തെ എന്താ പറയുക നിലവാരം. അതെ, ഇവിടെ ഇരുന്ന് തന്നെ തിരിച്ചു വരാൻ പൈസ ഇല്ല ഗായ്സ്. ആരെങ്കിലും മനസ്സലിവ് തോന്നിയിട്ട് 10-20 അയച്ചു തന്നാൽ തിരിച്ച് വണ്ടി കയറായിരുന്നു ഗായ്സ്. പൈസ ഇല്ലാതെ ഞങ്ങൾ കയറി കോക്ടെയിൽ കുടിക്കാൻ വേണ്ടി കയറി. അയാൾ തന്നു, ഞങ്ങൾ കുടിച്ചു. എന്ത് ചെയ്യാനാ? അപ്പം അത്രേ ഉള്ളൂ. ചുമ്മാ ഓരോ ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോകാന്ന് കരുതിയതാ. അതെ, അവള് വെറുതെ അങ്ങോട്ട് കയറി കോക്ടെയിൽ ഉണ്ടോ ചേട്ടാ എന്ന് ചോദിച്ചപ്പോൾ അയാളുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗ്ലാസ് കൊടുത്തു. ഒന്നും നോക്കിയില്ല, ഞങ്ങൾ 3 കൂടി കുടിച്ചു. ലാസ്റ്റ് ആ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞത് ഉള്ളതെല്ലാം നുള്ളിപ്പെറുക്കി കൊടുത്ത് അതിൻ്റെ പൈസ ഇല്ല ഗായ്സ്. അപ്പോൾ അവസാനം നമ്മൾ തെണ്ടാന്ന് തീരുമാനിച്ചു. ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ മൊത്തം തെണ്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ പാട്ടൊന്നും കിട്ടുന്നില്ല. ഈ തെണ്ടുമ്പോഴുള്ള പാട്ടുകളില്ലേ? അതെ 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 അതെ, പള്ളക്കടിക്കണം. അതെ, പള്ളക്കടിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ. ഇതായിരുന്നു ഗൈസ് നമ്മുടെ ട്രെയിൻ. പക്ഷേ നമ്മളിത് ടിക്കറ്റ് എടുത്തില്ല. ഇത് കൊയിലാണ്ടി സ്റ്റോപ്പില്ല, അവിടെ നിർത്തത്തില്ല എന്ന് പറഞ്ഞു. കോഴിക്കോടാണ് പിന്നെയുള്ളത്. പിന്നെ അപ്പം ഞാൻ സ്വിപ്പാവും. അപ്പോൾ നമ്മളിനി 3:10 3 മണിക്ക് എങ്ങനെയാണ് അടുത്ത ട്രെയിനുള്ള ലോക്കൽ, അതിൽ ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ ഇവിടെ ഇരിക്കണം. ഇപ്പോൾ സമയം 2:15 അങ്ങനെന്തോ ആയിട്ടുള്ളൂ. ഇനി കുറേ സമയം ഇരിക്കണം. എന്താ ചെയ്യുക, മുന്നേ നോക്കാൻ ഞങ്ങളോട് മറന്നുപോയി. പ്രോബ്ലം. ഞാൻ ശോകം. ഇനിയിപ്പോൾ അത് അരിച്ചരിച്ചല്ലേ പോവാം. നമുക്ക് മാത്രം കിട്ടിയില്ല വണ്ടി നമുക്ക് കിട്ടിയില്ല. നമ്മൾ നടന്നു, അവർ ഇരുന്നു പോകും. പൈസയുള്ളവർ ഇരുന്നും കിടന്നും മലർന്നൊക്കെ. രണ്ടണ്ട അവസ്ഥയിലുള്ള നമ്മൾ നടന്നു പോകും. ഓരോ സ്ഥലം പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നാരങ്ങയോ പിന്നെ കായവർത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിച്ച് തിന്നാണ് കേട്ടോ. അപ്പോൾ വണ്ടി വരാൻ കുറച്ച് സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് നമ്മൾ മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടിയിട്ടൊക്കെയാണ് പോകുന്നത്.
ആ അങ്ങനെ നമ്മൾ ഇതേണ്ടേ ഓടിപ്പിടിച്ച് ട്രെയിനിൽ കയറി. പക്ഷേ ഒരു സംഭവം ഉണ്ടായി ഗൈസ്, നമ്മളിരുന്ന പ്ലാറ്റ്ഫോമിലല്ലായിരുന്നു നമ്മുടെ വണ്ടി. എന്തോ ഭാഗ്യത്തിന്, ആരുടെയോ ഭാഗ്യത്തിന് നമുക്ക് ഈ വണ്ടി കിട്ടി കേട്ടോ. അപ്പോൾ ഇതേണ്ട വണ്ടി കയറി ഇരുന്നു. കിട്ടിയാൽ ചാടി കയറിയാണ്. പിന്നെ ഒരേട്ടൻ പറഞ്ഞു മുന്നിൽ വേറെ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറി മുന്നിലേക്ക് ഇറങ്ങിയിട്ട് ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ ഇറങ്ങിയിട്ട് മുന്നിൽ കയറിയിരുന്നാണേ. ഇനി എന്താ പറയുക, നമ്മൾ വേഗം പോകുക തന്നെ ഗൈസ്, കൊയിലാണ്ടി എത്തണം. ഇതാണെങ്കിൽ എല്ലാ മുക്കിലും മൂലയിൽ നിർത്തുന്ന ട്രെയിനാണ്. അതിനിടയിൽ കണ്ടോ 2 എണ്ണം കൂടി കിടന്നുറങ്ങി കേട്ടോ. ഒന്ന് കണ്ട എൻ്റെ നെഞ്ഞത്തും ഒന്നെൻ്റെ ഷോൾഡറിലും. ആഹാ എന്താ അടിപൊളിയായിരുന്നു. 2 പേരും അവിടെ കിടന്ന് മതിയായപ്പോൾ കുറച്ചെൻ്റെ കാലുമ്പോൾ കിടന്നുറങ്ങി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊയിലാണ്ടി എത്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് എന്താ വെച്ചാൽ ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയും കാത്ത് നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് പാറക്കുട്ടീൻ്റെ ചെരുപ്പൊക്കെ പൊട്ടി ഒരു കഥയായി. അപ്പോൾ സാരമില്ല, ചെരുപ്പൊക്കെ പിന്നെയും വാങ്ങാം. ഇവിടേക്ക് ഇങ്ങനെ തുള്ളി കളിക്കുന്ന സന്തോഷം കണ്ടാൽ മതിയല്ലോ, ചാടി കളിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ നേരം നിന്നിട്ടാട്ടോ ഏട്ടൻ. പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രിത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ ആക്കണം. പിന്നെ സൗണ്ടൊക്കെ പോയി വന്നതിൻ്റെ നല്ല ഷോൾഡർ പെയിനൊക്കെ ഉണ്ട്. ചെറുതിനെ എടുത്തു കുറച്ച് നിന്നല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ കുളിക്കണം, എന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കണം, കഴിക്കണം, കിടക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അങ്ങോട്ടേക്കൊന്നും കാണിക്കാമല്ലോ. ഇനിയിപ്പോൾ രാത്രി ഫുഡ് കഴിക്കുന്നതൊക്കെ എന്ത് കാണിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നാരങ്ങമുട്ട എന്താ കഴിച്ചാൽ സൂപ്പറാണ്. നാരങ്ങമുട്ട ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണുന്ന വരേക്കും ബൈ. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എന്തായാലും എൻ്റെ ചാനൽ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.